ഖസാനത്തുൽ ഇൽമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വൈജ്ഞാനിക വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കാൻ തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. Good morning, dear students. Today we are going through the chapter My Quest for Love by R.K. Narayanan. R.K. നാരായണൻ്റെ മൈ ക്വസ്റ്റ് ഫോർ ലവ് എന്നുള്ളൊരു പാഠഭാഗത്തിലൂടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. മൈ ക്വസ്റ്റ് ഫോർ ലവ് എന്നുള്ളത് ഇറ്റ്സ് എൻ എക്സ്ട്രാക്ട് ഫ്രം R.K. നാരായണൻസ് ഓട്ടോബയോഗ്രഫി മൈ ഡേയ്സ്. R.K. നാരായണൻ്റെ ഓട്ടോബയോഗ്രഫി ഒരു മെമ്മർ ആയിരുന്ന മൈ ഡേയ്സ് എന്ന് പറയുന്ന ആ ഒരു ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ചെറിയ ഭാഗമാണ് മൈ ക്വസ്റ്റ് ഫോർ ലവ് എന്ന് പറയുന്നത്. ഇത് അദ്ദേഹം through this part, through this extract, we are going through his life. We are going through the experiences of R.K. Narayanan while he was living at Chennai in his grandmother's home. ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ താമസിക്കുന്ന കുട്ടിക്കാലത്ത് ഉണ്ടായ കുറച്ച് അനുഭവങ്ങളിലൂടെ ആണ് ഈ ഒരു മെമ്മോയർ, ഒരു ഓട്ടോബയോഗ്രഫീൻ്റെ ഈ ഒരു ഭാഗമായിട്ടുള്ള മൈ ക്വസ്റ്റ് ഫോർ ലവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരുപാട് രസകരമായ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതൊരു ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലേ? മെമ്മോയർ ഒരു അനുഭവം അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തെക്കുറിച്ച് എഴുതിയ കാര്യങ്ങളാണ്. ഡെഫിനറ്റ്ലി ഒക്കെ എന്തായിരിക്കാം, ഒരു മെജോറിറ്റി ട്രൂത്ത് ആയിരിക്കാം അല്ലേ? അങ്ങനെ തന്നെ ആയിരിക്കും. ആത്മകഥ എന്നൊക്കെ പറയും മലയാളത്തിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിലുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ആർ.കെ. നാരായണൻ എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് റിനൗൺഡ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററാണ്. ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ എന്ന് പറഞ്ഞാൽ അല്ലേ, നമുക്കറിയാലോ, ഒരുപാട് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഉണ്ട്. ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആളുകൾ ഇംഗ്ലീഷിൽ എഴുതുന്ന ഇംഗ്ലീഷ് സാഹിത്യത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള ഒരുപാട് ഇന്ത്യക്കാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ആർ.കെ. നാരായണൻ. പിന്നെ വേറെ ഒരുപാട് ആളുകൾ നമുക്ക് അറിയാം. രാജാ റാവോ, സൽമാൻ റുഷ്ദി, അരുന്ധതി റോയ്, അങ്ങനെ ഒരുപാട്, അനിത ദേശായി, അങ്ങനെ ഒരുപാട് ഇന്ത്യൻ റൈറ്റേഴ്സ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വലിയ ഹ്യൂജ് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനിയാണ് നമ്മുടെ ആർ.കെ. നാരായണൻ. ആർ.കെ. നാരായണൻ എന്നുള്ള പേര് വേറൊരു നാരായണൻ കൂടെ ഉണ്ട് ഇന്ത്യയിൽ. ഒരു കെ.ആർ. നാരായണൻ ഉണ്ട്. ആ പേരുമായിട്ട് നിങ്ങൾ മാറിപ്പോകരുത്. കെ.ആർ. നാരായണൻ എന്ന് പറയുന്നൊരു രാഷ്ട്രപതി ഉണ്ടായിരുന്നു. ഓക്കെ, അത് വേറെ ആളാണ്. അപ്പോൾ ആർ.കെ. നാരായണൻ്റെ നമ്മൾ ചിലപ്പം ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആർ.കെ. നാരായണൻ്റെ ചില കഥകളൊക്കെ പഠിച്ചിട്ടുണ്ടാവാം. മാൽഗുഡി ഡേയ്സ്, സ്വാമി ആൻഡ് ഹിസ് ഫ്രണ്ട്സ്. സ്വാമീൻ്റെ കഥയൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. അതൊക്കെ ആർ.കെ. നാരായണൻ്റെ വർക്കുകളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ആർ.കെ. നാരായൺ ആരാണെന്ന് ജസ്റ്റ് നോക്കാം. രസിപുരം കൃഷ്ണസ്വാമി നാരായൺ, അത് ഫുൾ നെയിമാണ്. 1906 ജനിച്ചു. ബോൺ ഇൻ 1906 ആൻഡ് പാസ്ഡ് അവേ ഇൻ 2001. വൺ ഓഫ് ദി ഏർലി ഫിഗേഴ്സ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ്. ആ ഒരു കാലത്ത് അല്ലെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ, ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നൽകുന്ന സാഹിത്യ സംഭാവനകൾ, അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു നമ്മുടെ ഈ ആർ.കെ. നാരായണൻ. ഈസ് നോൺ ഫോർ ഹിസ് ഫിക്ഷൻ സെറ്റ് ഇൻ ദ ഇമാജിനറി ടൗൺ കോൾഡ് മാൽഗുഡി. ആർ.കെ. നാരായണൻ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്, ഹി ഈസ് മോസ്റ്റ് നോൺ ബൈ ദി ടേം മാൽഗുഡി. മാൽഗുഡി എന്ന് പറയുന്ന ഒരു വാക്കിലൂടെയാണ് ശരിക്കും ആർ.കെ. നാരായണനെ എല്ലാവരും കൂടുതലായിട്ട് അറിയുന്നത്. മാൽഗുഡി എന്ന് പറയുന്നത് മാൽഗുഡി എന്ന് പറയുന്ന ഒരു പ്ലേസ് ആണ്. ആക്ച്വലി അതൊരു ഇമാജിനറി പ്ലേസ് ആണ്. ഒരു റിയൽ പ്ലേസ് അല്ല, ഒരു ഉള്ള സ്ഥലമല്ല. അതൊരു ഇമാജിനറി സ്ഥലമാണ്. അത് ആർ.കെ. നാരായണൻ അദ്ദേഹത്തിൻ്റെ ഫിക്ഷനിൽ, അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ, അദ്ദേഹത്തിൻ്റെ കഥകളിൽ ഒരു ഇമാജിനറി
ഗ്രാമം അങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട്. മാൽഗുഡി എന്നാണ് അതിൻ്റെ പേര്. ഈ മാൽഗുഡിയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, മാൽഗുഡിയിൽ ഡേയ്സ് എന്ന് പറഞ്ഞ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ തന്നെ ഉണ്ട്. ഈ മാൽഗുഡിയിൽ നടക്കുന്ന ഒരുപാട് ജീവിത കഥകൾ. ശരിക്കും മാൽഗുഡി എന്ന് പറയുന്ന ഒരു റിയൽ പ്ലേസ് അല്ല, അതൊരു ഇമാജിനറി പ്ലേസ് ആണ്. അങ്ങനെ ഒരു പ്ലേസ് ഇല്ല. പക്ഷെ ആ ഒരു പ്ലേസ് ഉള്ളതുപോലെ ആക്കി അദ്ദേഹം മാറ്റി തീർത്തു. അവിടെയുള്ള ഒരുപാട് ആ ഒരു വില്ലേജിൽ, ആ മാൽഗുഡി എന്ന് പറയുന്ന വില്ലേജിൽ ഒരുപാട് കഥകളിൽ ഒരു ഒരു പ്ലേസ് കൊണ്ടുവന്നുകൊണ്ട് അവിടെയുള്ള അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്ലേസിനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ആര് ചെയ്തത്? ആർ കെ നാരായൺ ചെയ്തത്. ആ ഒരു മാൽഗുഡി എന്ന് പറയുന്ന പ്ലേസിലൂടെയാണ് ആർ കെ നാരായൺ കൂടുതലായിട്ട് എല്ലാവരിലും അറിയപ്പെടുന്നത്. Along with his contemporaries Mulk Raj Anand and Raja Rao, he brought Indian literature in English to the attention of the world. കണ്ടംപററീസ് എന്ന് പറഞ്ഞാൽ സമകാലികരാണ്. ഈ ആർ കെ നാരായണൻ്റെ കണ്ടംപററിയൻസ് ആണ്. കണ്ടംപററിയൻസ് എന്ന് പറയും സമകാലികർ എന്ന് പറയുമ്പോൾ. അപ്പം അവരുടെ സമകാലികരായിട്ടുള്ള മുൽക്ക് രാജ് ആനന്ദ് ഉണ്ട്. അതായത് ആർ കെ നാരായണൻ്റെ കാലത്ത്, അത് ആർ കെ നാരായണൻ കഥ എഴുതുന്ന കാലത്ത് കഥ എഴുതിയിരുന്ന അല്ലെങ്കിൽ നോവൽ എഴുതിയിരുന്ന മറ്റ് പ്രധാനപ്പെട്ട ഇന്ത്യൻ റൈറ്റേഴ്സ് ആയിരുന്നു ഈ മുൽക്ക് രാജ് ആനന്ദും രാജാ റാവു ഒക്കെ. He brought Indian literature in English to the attention of the world. Indian literature in English. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഇന്ത്യൻ റൈറ്റേഴ്സിൻ്റെ വർക്കുകൾ, ഇന്ത്യൻ റൈറ്റേഴ്സിൻ്റെ സാന്നിധ്യം ലോകത്തെ മൊത്തം അറിയിച്ചത്, അല്ലെങ്കിൽ ലോകത്തെ മൊത്തം അറിയിക്കാൻ കാരണമായത് നമ്മുടെ ആർ കെ നാരായൺ തന്നെയായിരുന്നു. നാരായൺസ് വർക്ക്സ് ഇൻക്ലൂഡ് സ്വാമി ആൻഡ് ഫ്രണ്ട്സ്. ആർ കെ നാരായണൻ്റെ പ്രധാനപ്പെട്ട ചില വർക്കുകളാണ് പറയുന്നത്. സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, ദ ബാച്ചിലർ ഓഫ് ആർട്സ്, ദ ഇംഗ്ലീഷ് ടീച്ചർ, ഫിനാൻഷ്യൽ എക്സ്പേർട്ട് ആൻഡ് ദ ഗൈഡ്. ദ ഗൈഡ് എന്ന് പറയുന്നത് ഒരു വളരെ രസകരമായിട്ടുള്ളൊരു നോവലാണ്. അതിൻ്റെ ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ദ ഗൈഡിൻ്റെ ഒരു സിനിമയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് മലയാളം തന്നെയാണെന്ന് തോന്നുന്നു. ഇതിൽ ഒരു സ്വാമി ഒരു ടൂറിസ്റ്റ് ഗൈഡായിട്ടുള്ള ആൾ പിന്നീട് അവസാനം സ്വാമിയായിട്ട് മാറുന്നു. അങ്ങനെ അവസാനം ഒരു മഴ പെയ്യിക്കുന്നൊരു രംഗത്തോടു കൂടി അവസാനിക്കുന്നൊരു നോവലാണ്. അദ്ദേഹത്തിൻ്റെ മരണവും അങ്ങനെ ഒരു രസകരമായിട്ടുള്ള നോവലാണ് ദ ഗൈഡ്. അതിൻ്റെ ഒരു സിനിമ വേർഷനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഫിലിം വേർഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻ എ കരിയർ ദാറ്റ് സ്പാൻഡ് ഓവർ 60 years, ഓൾമോസ്റ്റ് 60 years, 60 വർഷത്തോളം നീണ്ടു നിന്ന കരിയറിൽ നാരായൺ റോട്ട് 15 നോവൽസ്. ആ ഒരു 60 വർഷക്കാലത്തോളം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 60 വർഷക്കാലത്തോളം അദ്ദേഹം ഏകദേശം 15 നോവൽസ് എഴുതിയിട്ടുണ്ട്. 5 volumes ഓഫ് ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്. സെവറൽ ട്രാവലോഗ്സ് എഴുതിയിട്ടുണ്ട്. ട്രാവലോഗ്സ് എന്ന് പറഞ്ഞാൽ യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ആൻഡ് കളക്ഷൻ ഓഫ് നോൺ ഫിക്ഷൻ ഉണ്ട്. ഫിക്ഷൻ അല്ലാത്ത, നോവലല്ലാത്ത നോൺ ഫിക്ഷൻസ് ഉണ്ട്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ദ രാമായണ ആൻഡ് മഹാഭാരത. രാമായണ, മഹാഭാരത എന്നീ ഇതിഹാസങ്ങളുടെ, എപ്പിക്കുകളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ്. രാമായണയും മഹാഭാരതം എന്താണെന്നൊക്കെ അറിയാം അല്ലേ? 2 ഇതിഹാസങ്ങളാണ്, എപ്പിക്സ് ആണ്. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് ആര് ചെയ്തിട്ടുണ്ട്? ആർ കെ നാരായൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹിസ് മെമ്മോയർ കോൾഡ് മൈ ഡേയ്സ്. മെമ്മോയർ മീൻസ് സംതിങ് റിട്ടൺ ഫ്രം പേഴ്സണൽ നോളജ്. അതായത് സ്വന്തം ജീവിതത്തെക്കുറിച്ച് എഴുതുന്ന ഒരു ഭാഗമാണ്, ഒരു റൈറ്റിംഗ് ആണ്, ഡിസ്കോഴ്സ് ആണ് മെമ്മോയർ എന്ന് പറയുന്നത്. സെയിം ആസ് ഓട്ടോബയോഗ്രഫി. മൈ ഡേയ്സ് എന്ന ഓട്ടോബയോഗ്രഫി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാൽഗുഡി ഡേയ്സ് എന്ന് പറഞ്ഞ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ഉണ്ട്. ആർ കെ നാരായൺ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഈസ് സിമ്പിൾ. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആർ കെ നാരായണൻ്റെ റൈറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇറ്റ്സ് വെരി സിമ്പിൾ ഫോർ ഓർഡിനറി മെൻ ടു ക്യാപ്ചർ ആൻഡ് കോംപ്രഹെൻഡ്. അതായത് സാധാരണക്കാർക്ക് വായിച്ച് മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയുന്ന ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ് ആർ കെ നാരായണൻ്റെത്. നമ്മൾ വല്ലാതെ ഡിക്ഷണറീനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഒരിക്കലും ആർ കെ നാരായണൻ്റെ റൈറ്റിങ്സ് വായിക്കുമ്പോൾ വരില്ല. ബിക്കോസ് ദ ലാംഗ്വേജ് ഇസ് വെരി സിമ്പിൾ ഫോർ ഓർഡിനറി മാൻ ടു കോംപ്രഹെൻഡ്. His characters are taken from everyday life with whom the readers can very easily relate their own life. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ആർ കെ നാരായണൻ്റെ റൈറ്റിങ്സിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഹിസ് ക്യാരക്ടേഴ്സ് ആർ ടേക്കൻ ഫ്രം എവറിഡേ ലൈഫ്. അദ്ദേഹത്തിൻ്റെ നോവലുകളിലും സ്റ്റോറികളിലൊക്കെ വരുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, അത് നമ്മൾ കാണാത്ത, അല്ല നമുക്കറിയാത്ത ഏതോ ഒരു അപൂർവ മനുഷ്യരൊന്നും ആയിരിക്കില്ല. നമ്മളുടെ ഡെയിലി ലൈഫിൽ, അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടാനിടയാവുന്ന സാധാരണ ജനങ്ങൾ,
അങ്ങനെയുള്ള സാധാരണ ജനങ്ങളുടെ ലൈഫ്, അവരുടെ ജീവിത അനുഭവങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് അദ്ദേഹം കഥകളിലൂടെ കൊണ്ടുവന്നത്. ഹും ദ റീഡേഴ്സ് ക്യാൻ വെരി ഈസിലി റിലേറ്റ് ദെയർ ഓൺ ലൈഫ്. ഇപ്പം നമുക്ക് ഒരു അർക്കനാരായണൻ്റെ കഥ വായിക്കുമ്പം അതിലൊരു ക്യാരക്ടറിനെ കാണുമ്പം നമുക്ക് ആ ക്യാരക്ടറിനെ നമ്മളിൽ തന്നെ കാണാൻ പറ്റും. അതായത് നമ്മളിടയിൽ തന്നെ കാണാൻ പറ്റും. ഒരു ക്യാരക്ടറിനെ കാണുമ്പോൾ അത് നമ്മളെ അവനെ പോലെ, അല്ലെങ്കിൽ അവൻ്റെ ജീവിതം പോലെ, എൻ്റെ ജീവിതം പോലെ ആണല്ലോ ഇവൻ്റെ ജീവിതം, അല്ലെങ്കിൽ എൻ്റെ അയൽവാസിൻ്റെ ജീവിതം പോലെയാണല്ലോ ഈ ഒരു ക്യാരക്ടറിൻ്റെ ജീവിതം എന്ന് നമുക്ക് തോന്നും. അതായത് അത്രയ്ക്ക് താഴേക്ക് ഇറങ്ങി നമ്മുടെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന രൂപത്തിലുള്ള ക്യാരക്ടേഴ്സിനെയാണ് ആർ.കെ. നാരായണൻ പൊതുവെ സൃഷ്ടിക്കാറ്. The stories revolve around ordinary people caught in the chorus of life. The stories revolve around ordinary people. അതായത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആണ് കഥകൾ ഉണ്ടാകുന്നത്. സ്റ്റോറീസ് റിവോൾവ് അറൗണ്ട് ഓർഡിനറി പീപ്പിൾ. അതായത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി ആണ് എല്ലാ കഥകളും നമുക്ക് കാണുന്നത്. കോട്ട് ഇൻ ദ ചോയ്സ് ഓഫ് ലൈഫ് ആൻഡ് ക്യാപ്റ്റിവേറ്റ് റീഡേഴ്സ് വിത്ത് ഹിസ് കീൻ ആൻഡ് വിറ്റി ഒബ്സർവേഷൻസ് ആൻഡ് കോമിക് വിഷൻസ്. അതായത് ഓർഡിനറി മെൻ, സാധാരണ ജനങ്ങളുടെ ചോഴ്സ് അല്ല കേട്ടോ, ചോഴ്സ് ഓഫ് ലൈഫാണ് പ്രൊനൗൺസിയേഷൻ, ചോഴ്സ് ആണ്. ചോഴ്സ് ഓഫ് ലൈഫ് മീൻസ് ഡെയിലി ടാസ്കുകളാണ്, ജീവിതത്തിൻ്റെ നിത്യേന ചെയ്യുന്ന കാര്യങ്ങൾ, ജീവിതത്തിലെ എല്ലാ ദിവസവും നമ്മൾ ദൈനംദിനമായി ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെയുള്ള ദൈനംദിനമായി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സാധാരണ ജനങ്ങളെ ആണ് ആർ.കെ. നാരായൺ നമ്മുടെ ക്യാരക്ടേഴ്സായിട്ട് പ്രിഫർ ചെയ്യുന്നത്, എടുക്കുന്നത്. ആൻഡ് മാത്രമല്ല, ഈ ക്യാരക്ടറിനെ അദ്ദേഹം വളരെ വിറ്റിയായിട്ടും കോമിക്കായിട്ടും അവതരിപ്പിക്കും. ക്യാരക്ടേഴ്സിനൊക്കെ വിറ്റി മീൻസ്, വിറ്റി എന്ന് പറഞ്ഞാൽ കോമിക്ക് തന്നെയാണ്, പക്ഷെ അതൊരു കുറച്ചും കൂടെ ഒരു വെറും തമാശയല്ല, നോളജബിൾ, കുറച്ചും കൂടെ ഒരു അറിവൊക്കെ കലർത്തിക്കൊണ്ടുള്ള തമാശയാണ്. ഓക്കെ. ആൻഡ് വിറ്റി ഒബ്സർവേഷൻ ആൻഡ് കോമിക് വിഷൻ. അവരെ കോമിക്കായിട്ടും വിറ്റിയായിട്ടൊക്കെ ചിത്രീകരിക്കുന്നതിൽ ആർ.കെ. നാരായൺ വളരെ എക്സലൻ്റ് ആണ്. Narayan is a master storyteller, and even his non-fiction has a flair of interesting stories. അദ്ദേഹം ഒരു സ്റ്റോറി ടെല്ലറിൻ്റെ മാസ്റ്ററാണെന്ന് പറയുന്നു. സ്റ്റോറി ടെല്ലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, കഥ പറയുന്ന ആൾ. കഥ കേൾക്കുന്ന ആളുകൾക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയ രൂപത്തിൽ പറഞ്ഞാലേ കഥ പറയുന്ന ആൾ നല്ലതാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് രസകരമായ രീതിയിൽ കഥ അവതരിപ്പിക്കുന്ന സ്റ്റോറി ടെല്ലറായിരുന്നു. ഈവൻ ഹിസ് നോൺ ഫിക്ഷൻ ഹാസ് എ ഫ്ലെയർ ഓഫ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്. നോൺ ഫിക്ഷൻ, ഈ നോവലുകളല്ലാത്ത സാധാരണ എസ്സേകളോ അല്ല അതുപോലുള്ള വർക്കുകൾ പോലും, ഉപന്യാസങ്ങൾ അതുപോലുള്ള വർക്കുകൾ പോലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രൂപത്തിൽ അവതരിപ്പിക്കാൻ ആർ.കെ. നാരായണന് കഴിയുമായിരുന്നു. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആർ.കെ. നാരായൺ ആരാന്നുള്ളത് ഏകദേശം ചെറിയ ഐഡിയ കിട്ടി കാണും. ബോൺ ഇൻ 1906, ഡൈഡ് ഇൻ 2001. രസിപുരം കൃഷ്ണസ്വാമി നാരായൺ. അദ്ദേഹം ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഒരു പയനിയറായിരുന്നു. മാൽഗുഡി എന്ന് പറയുന്ന ഒരു ഇമാജിനറി വില്ലേജ് ഉണ്ടാക്കിയെടുത്ത് കൺസ്ട്രക്ട് ചെയ്ത് ആ ഒരു ഇമാജിനറി വില്ലേജിലൂടെ, ഇമാജിനറി പ്ലേസ് ആയ മാൽഗുഡിയിലൂടെ അറിയപ്പെട്ട ഒരുപാട് ഫേമസ് വർക്കുകൾ എഴുതിയിട്ടുള്ള ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററാണ് ആർ.കെ. നാരായൺ. 60 years ഓഫ് കരിയറിൽ ഓൾമോസ്റ്റ് 15ഓളം ഫിക്ഷൻ നോവൽസ് എഴുതിയിട്ടുണ്ട്. 5 volumes ഓഫ് ഷോർട്ട് സ്റ്റോറി ഉണ്ട്, സെവറൽ യാത്രാ വിവരങ്ങളുണ്ട്, നോൺ ഫിക്ഷൻ ഉണ്ട്, ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് മൈ ഡേയ്സ്. പിന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നോക്കി, വളരെ സിമ്പിളാണ്, സിമ്പിൾ സ്റ്റൈലാണ്, ലാംഗ്വേജ് ഇസ് വെരി സിമ്പിൾ. ആൻഡ് പിന്നെയുള്ളത് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഒക്കെ നമ്മുടെ ഓർഡിനറി ലൈഫിൽ, സാധാരണ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടാനിടയാവുന്ന സാധാരണ ജനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അവരെയാണെങ്കിൽ വളരെ കോമിക്കായിട്ടും വിറ്റിയായിട്ടും ഒക്കെ അദ്ദേഹം രസകരമായി ചിത്രീകരിക്കും. ആൻഡ് ഹീ ഈസ് ഓൾസോ എ ഗുഡ് സ്റ്റോറി ടെല്ലർ. നമ്മൾ ആർ.കെ. നാരായണനെ കുറിച്ച് ജനറലായ കുറേ കാര്യങ്ങൾ നോക്കി. ഇനി അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള മൈ ഡേയ്സ് എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫിയിൽ എടുത്തിരിക്കുന്ന എക്സ്ട്രാക്ട്, അതിൽ നിന്നെടുത്തിരിക്കുന്ന ഭാഗമാണ്, എക്സ്ട്രാക്റ്റ് ആണ് മൈ ക്വസ്റ്റ് ഫോർ ലവ്. എന്താണ് ക്വസ്റ്റ് എന്നറിയാമല്ലേ?
നമുക്ക് മൈ ക്വസ്റ്റ് ഫോർ ലവ്, നമുക്ക് വെള്ളത്തിനൊക്കെ അല്ലേ ദാഹിക്കാറുണ്ട്. ക്വസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആർഡ് സേർച്ച് ഫോർ സംതിങ് ആണ്. എന്തിനോ വേണ്ടിയുള്ള വളരെ ഒരു സെർച്ചാണ്. വളരെ ആഗ്രഹത്തോടു കൂടി, അത്രയ്ക്ക് ആഗ്രഹിച്ചുകൊണ്ട്, അത്രയ്ക്ക് താല്പര്യത്തോടുകൂടി എന്തിനോ വേണ്ടി കൊതിക്കുന്ന, അല്ലെ എന്തിനോ വേണ്ടി തിരയുന്ന ഒരു 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 സംഭവത്തിൽ നമ്മൾ ക്വസ്റ്റ് എന്ന് പറയാം. വേണം നമുക്ക് ദാഹം എന്നൊക്കെ പറയാം, തേഴ്സ്റ്റ്. അതിനൊരു സിനോണിമായിട്ട് വേണം ഉപയോഗിക്കാം. അതായത് എന്തോ കിട്ടാൻ വേണ്ടി കൊതിക്കുക, അല്ലെങ്കിൽ എന്തോ നേടാൻ വേണ്ടി കൊതിക്കുക, ആഗ്രഹിക്കുക, ദാഹിക്കുക എന്നൊക്കെ പറയാം. മൈ ക്വസ്റ്റ് ഫോർ ലവ്, സ്നേഹം കണ്ടെത്താൻ വേണ്ടിയുള്ള അതിയായിട്ടുള്ളൊരു സെർച്ചാണ്. സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുക, അല്ലെങ്കിൽ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുക, അല്ലെങ്കിൽ സ്നേഹം കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിയായിട്ടുള്ളൊരു ഒരു പരിശ്രമം, അതിയായിട്ടുള്ളൊരു ഒരു ഒരു ക്വസ്റ്റ്, ഒരു തിരച്ചിൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു ടൈറ്റിലിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഈ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുക, അല്ലെങ്കിൽ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുക എന്നൊക്കെ പറയുമ്പം അത് എവിടെ നിന്ന് കിട്ടിയാലും സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുക, അല്ലേ? അങ്ങനെയാണല്ലോ. നമുക്കത് ഒന്നുമില്ല, അത് കിട്ടാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കിട്ടുന്ന സ്നേഹം മതിയാവാത്തത് കൊണ്ടായിരിക്കാം, മറ്റെവിടെ നിന്നൊക്കെയോ അത് കിട്ടാൻ വേണ്ടി കൊതിക്കുക, കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുക, അല്ലേ? അങ്ങനെ ഒരു ഒരവസ്ഥ. ഇത് ആർ.കെ. നാരായണൻ്റെ കുട്ടിക്കാലം എന്നല്ല, ഏകദേശം ഒരു അഡോളസെൻ്റ് പീരീഡിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത കാഴ്ച നമ്മളിലേക്ക് തരികയാണ്. അപ്പോൾ നമുക്കത് കാണുമ്പം ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ആയിരുന്നോ, ഇത്രയും വൃത്തികെട്ട ആളായിരുന്നോ എന്നൊക്കെ ചിലപ്പം ചില ആളുകൾക്ക് തോന്നിയേക്കാം. പക്ഷെ അതൊക്കെ വളരെ ട്രൂത്ത്ഫുള്ളായി അദ്ദേഹം അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, നോക്കാം, നമുക്ക് ഈ ഒരു കഥയിലൂടെ പോവാം. മൈ ക്വസ്റ്റ് ഫോർ ലവ്. Sighing over a pretty face and form seen on a balcony or from across the street or in a crowd, longing for love, in a social condition in which, at least in those days, boys and girls were segregated and one never spoke to anyone but a sister, I had to pass through a phase of impossible love sickness. അപ്പോൾ സൈങ് ഓവർ എ പ്രെറ്റി ഫേസ് ആൻഡ് ഫോം. പ്രെറ്റി ഫേസ് ആൻഡ് ഫോം എന്ന് പറഞ്ഞാൽ മീനിങ് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മതി. ബ്യൂട്ടിഫുൾ ഗേൾ. ഓക്കെ, സൈങ് ഓവർ എ പ്രെറ്റി ഫേസ് ആൻഡ് ഫോം സീൻ ഓൺ എ ബാൽക്കണി. അതായത് ബാൽക്കണിയിൽ കാണുന്ന ഒരു പെണ്ണ്, ഒരു ബാൽക്കണിയിലൊരു സുന്ദരിയായ പെണ്ണ് നിൽക്കുന്നു. ആ പെണ്ണിനെ കാണുമ്പം അല്ലേ നെടുവേർപ്പിടാണ് ആര്, നമ്മുടെ റൈറ്റർ. ഓഹ് എന്തൊരു ഭംഗി എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണിനെ നോക്കിയിട്ട് ഇങ്ങനെ, ഓഹ് എന്തൊരു സുന്ദരിയാ അവള് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നെടുവേർപ്പിടാണ്. അപ്പം അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ലേഡി, ബാൽക്കണിയിൽ നിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ലേഡീനെ കണ്ടുകൊണ്ട് നെടുവേർപ്പിടുന്ന, അല്ലെങ്കിൽ ഫ്രം അക്രോസ് എ സ്ട്രീറ്റ്, അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റിൽ, ഒരു തെരുവിൽ കാണുന്ന ഒരു പെണ്ണിനെ നോക്കി, ഓഹ് എന്തൊരു ഭംഗിയുള്ള പെണ്ണ് എന്ന് നെടുവേർപ്പെടുന്ന, ഓർ ഇൻ എ ക്രൗഡ്, ഒരാൾക്കൂട്ടത്തിലേക്ക് നോക്കി ഏതെങ്കിലും ഒരു സുന്ദരിയായ പെണ്ണിനെ നോക്കിയിട്ട്, ഓഹ് എന്തൊരു ഭംഗിയുള്ള പെണ്ണ് എന്ന് പറഞ്ഞ് നെടുവേർപ്പെടുന്ന, ലോങ്ങിങ് ഫോർ ലവ്. അങ്ങനെ അവരൊക്കെ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണെന്നുള്ള ധാരണയിൽ അവരൊക്കെ ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് കൊതിക്കുന്ന പോലെ അദ്ദേഹത്തിന് തോന്നുകയാണ്. ഇപ്പോൾ ശരിക്കും നമ്മളെ പച്ചയായ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈ നമ്മൾ പറയില്ലേ, വായിൽ നോട്ടം എന്നൊക്കെ പറയും, അല്ലേ? ബസ് സ്റ്റാൻഡിൽ നിന്നിട്ടും അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ടും സ്കൂളിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ടൊക്കെ വായിൽ നോക്കുന്ന ഒരു പ്രതിഭാസം ഉണ്ടല്ലോ. നമ്മൾ പറയില്ല, നമ്മളങ്ങനെയാണ് അതിനെ ഉപയോഗിക്കില്ല, വായിൽ നോട്ടം എന്ന് പറയാം. അതായത് കാണുന്ന എല്ലാ പെണ്ണിൻ്റെ മേത്തേക്കും, പെണ്ണിനെ നോക്കിക്കൊണ്ട്, ഓ എന്തൊരു ഭംഗിയുള്ള പെണ്ണ്, എന്തൊരു ഭംഗിയുള്ള പെണ്ണ് എന്നിങ്ങനെ ചെക്കന്മാരൊക്കെ കമൻ്റ് അടിക്കുന്ന ആ ഒരു പ്രകൃതി, ആ ഒരു രൂപം, അത് തന്നെയാണ് നമുക്കിവിടെ ആർ.കെ. നാരായണനിലും കാണാൻ കഴിയുന്നത്. അത് ഒരു ബാൽക്കണിയിലൊരു പെണ്ണ് നിൽക്കുകയാണെങ്കിൽ, ലുക്കിംഗ് അറ്റ് ഹെർ ആൻഡ് സേയിങ് ഹൗ വാട്ട് എ ബ്യൂട്ടിഫുൾ ലേഡി. അല്ലെങ്കിൽ ക്രൗഡിൽ ഒരാൾക്കൂട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ ആൾക്കൂട്ടത്തിലേക്ക് നോക്കി അവിടെ കാണുന്ന പെണ്ണിനെ, ഓഹ് എന്തൊരു ഭംഗിയുള്ള പെണ്ണ്, അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റിൽ, ഒരു തെരുവിൽ നിൽക്കുന്ന പെണ്ണിനെ നോക്കിയിട്ട്, അങ്ങനെ എല്ലാവരെയും. അപ്പോൾ ആർ.കെ. നാരായണൻ വിചാരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്, ഇവരൊക്കെ, ഈ പെണ്ണുങ്ങളൊക്കെ, ഈ കാണുന്ന ലേഡിയൊക്കെ, ഈ കാണുന്ന ഗേൾസൊക്കെ, ദേ ആർ ലോങ്ങിങ് ഫോർ ലവ്. അവരൊക്കെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുകയാണെന്നാണ്. അതായത് അവരൊക്കെ ആരെങ്കിലും എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിക്കുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ. അതുകൊണ്ട് എന്നാൽ പിന്നെ ഞാൻ പോയി സ്നേഹിച്ച് കളയാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, എല്ലാവരും നോക്കിയിട്ട് എന്തൊരു സുന്ദരിയായ പെണ്ണ് എന്നിങ്ങനെ
മനസ്സിൽ പറയുന്നത്. സൈങ് എന്ന് പറഞ്ഞാൽ നെടുവീർപ്പിടലാണ്. നെടുവീർപ്പിടുക, അതായത് ഓ എന്ന് പറയില്ലേ നമ്മൾ, ആ ഒരു ഓഹ് എന്തൊരു ഭംഗി എന്നൊക്കെ പറയില്ലേ, ആ ഒരു രൂപത്തിൽ അദ്ദേഹം എല്ലാവരെയും ഇങ്ങനെ നോക്കിപ്പോവാണ്. അപ്പോൾ അത്ര നല്ലൊരു കുട്ടിക്കാലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി പറയുന്നത് ഇൻ എ സോഷ്യൽ കണ്ടീഷൻ ഇൻ വിച്ച് അറ്റ് ലീസ്റ്റ് ഇൻ ദോസ് ഡേയ്സ്, അദ്ദേഹം പറയുന്നത് ആ ഒരു സമയത്തെ ഒരു സോഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്, സാമൂഹിക അവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകത എന്ന് വെച്ചാൽ, ദോസ് ഡേയ്സ് ബോയ്സ് ആൻഡ് ഗേൾസ് വെർ സെഗ്രഗേറ്റഡ് ആൻഡ് വൺ നെവർ സ്പോക്ക് ടു എനി വൺ ബട്ട് എ സിസ്റ്റർ. ആ കാലഘട്ടത്തിൽ സമൂഹത്തിലെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ബോയ്സ് ആൻഡ് ഗേൾസ് വെർ സെഗ്രഗേറ്റഡ്. ഇന്നത്തെ പോലെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ച് നടക്കുക, ഒരുമിച്ച് അല്ലേ, ഒരുമിച്ച് ബസ് ഇരിക്കുക, ഒരുമിച്ച് സിനിമയ്ക്ക് പോവുക, ഒരുമിച്ച് ഡാൻസ് ചെയ്യുക, ഒരുമിച്ച് പഠിക്കുക, ഇങ്ങനെയുള്ളൊരു ഫ്രീഡം ഒന്നും അന്നില്ലായിരുന്നു. അന്ന് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ദേ വെർ സെഗ്രഗേറ്റഡ്. ഈ ബോയ്സും ഗേൾസും രണ്ടും വേർതിരിക്കപ്പെട്ടിരുന്നു. രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. സെഗ്രഗേറ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യുക, വേർതിരിക്കുക. രണ്ടുപേരെയും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ആൻഡ് വൺ നെവർ സ്പോക്ക് ടു എനി വൺ ബട്ട് എ സിസ്റ്റർ. ഒരാണ് ഒരു പെണ്ണിനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ സിസ്റ്റർ ആയിരിക്കും. അല്ലാതെ വേറൊരു പെണ്ണിനോടും ഒരാണും ആ കാലത്ത് സംസാരിക്കാറില്ല. ഒന്നുകിൽ ഭാര്യയോ അല്ലെങ്കിൽ സിസ്റ്ററോ അല്ല അമ്മയോ ആയിരുന്നു അന്ന് ഒരാണ് പെണ്ണിനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ. അല്ലാതെ ഒരു പെണ്ണിനോടും ഒരാണോ അല്ലെങ്കിൽ ഒരാണിനോടൊരു പെണ്ണോ അന്ന് സംസാരിക്കാറില്ലായിരുന്നു. ആ ഒരു സമൂഹത്തിൽ, അവരുടെ സമൂഹത്തിൽ കേട്ടോ, അവരുടെ സൊസൈറ്റിയിൽ, ആ ഒരു സൊസൈറ്റിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. ആ കാലഘട്ടത്തിലാണ്, അത്രയ്ക്ക് ബോയ്സും ഗേൾസും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇദ്ദേഹം കാണുന്ന പെണ്ണിനൊക്കെ എന്താകുന്നത്, ഒന്ന് സ്നേഹിച്ചു കളഞ്ഞാലോ എന്ന് ആഗ്രഹിച്ച് നോക്കുന്നത്. അപ്പോൾ ഐ ഹാഡ് ടു പാസ് ത്രൂ എ ഫേസ് ഓഫ് ഇമ്പോസിബിൾ ലവ് സിക്നെസ്. ആ ഒരു കാലത്ത് അദ്ദേഹം പറയാണ്, ഇങ്ങനെ ആണും പെണ്ണും ഒക്കെ വേർതിരിച്ച് നിർത്തപ്പെട്ട ഒരു കാലത്ത്, പരസ്പരം കാണാനോ സംസാരിക്കാനോ അവസരമില്ലാത്തൊരു സമയത്ത്, ഐ ഹാഡ് ടു പാസ് ത്രൂ എ ഫേസ് ഓഫ് ഇമ്പോസിബിൾ ലവ് സിക്നെസ്. എനിക്ക് വളരെ വളരെ വിഷമത്തോട് പറയാണ്, ഐ ഹാഡ് ടു പാസ് ത്രൂ എ ഫേസ് ഓഫ് ഇമ്പോസിബിൾ ലവ് സിക്നെസ്. എനിക്ക് ഈ ഒരു സ്നേഹത്തിൻ്റെ അസുഖം, ലവ് സിക്നെസ്, സ്നേഹത്തിൻ്റെ അസുഖം, അതിലൂടെ ഇങ്ങനെ കടന്നു പോകേണ്ടി വന്നു. അതിയായിട്ടുള്ളൊരു അസുഖമായിരുന്നു അദ്ദേഹത്തിന് സ്നേഹത്തിൻ്റെ അസുഖം. സ്നേഹം കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന, അല്ലെങ്കിൽ ആരെങ്കിലും സ്നേഹിക്കാൻ വേണ്ടി കൊതിക്കുന്ന ഒരു അസുഖം. ഈ അസുഖത്തിന് നമ്മുടെ നാട്ടിൽ നല്ല മരുന്നുണ്ട് അല്ലേ. ഇങ്ങനെ പോയി കാണുന്ന എല്ലാ പെണ്ണിനെയും നോക്കി നിൽക്കുന്ന ആളുകൾക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം നല്ല മരുന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അസുഖത്തിന് അന്ന് മരുന്ന് കിട്ടിയിരുന്നില്ല എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കഥയിലൂടെ, ഓട്ടോബയോഗ്രഫി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്നേഹത്തിൻ്റെ അസുഖം, ലവ് സിക്നെസ്, ആരെങ്കിലും ഒന്ന് വന്ന് സ്നേഹിച്ച് കിട്ടിയാൽ മതിയായിരുന്നു, സ്നേഹിച്ചിട്ട് അല്ലേ, ആ ഒരു സ്നേഹം കൊതിക്കുന്ന, ആ ഒരു സ്നേഹത്തിന് വേണ്ടി വീർപ്പ് മുട്ടുന്ന ആ ഒരു അസുഖം, ലവ് സിക്നെസ്, അതിലൂടെ അദ്ദേഹം ഒരുപാട് നാൾ കടന്നുപോയി എന്നാണ് പറയുന്നത്. Perhaps the great quantity of fiction I read prepared my mind to fall in love with all and sundry. ഇതിന് അദ്ദേഹം കാരണം പറയുന്നത്, ഇങ്ങനെ കാണുന്ന എല്ലാ പെണ്ണിനെയും സ്നേഹിക്കാൻ, അല്ലെങ്കിൽ കാണുന്ന എല്ലാ പെണ്ണിനെയും സ്നേഹിക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പ്രിപ്പയർ ചെയ്തത് എന്താണ് അദ്ദേഹം പറയുന്നുണ്ട്. പെർഹാപ്സ് ദ ഗ്രേറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫിക്ഷൻ ഐ റെഡ്. അദ്ദേഹം പറയുന്നത്, ഞാൻ വായിച്ച അദ്ദേഹം നല്ലൊരു വായനാശീലനായിരുന്നു, ഒരുപാട് വായിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഒരുപാട് ഗ്രേറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ നോവൽ കേട്ടോ, അദ്ദേഹം ഒരുപാട് നോവലുകൾ വായിക്കാറുണ്ടായിരുന്നു. ഗ്രേറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫിക്ഷൻ, ഒരുപാട് നോവൽ വായിക്കാറുണ്ടായിരുന്നു. ആ വായിച്ച നോവലുകളൊക്കെ മിക്കവാറും എന്തായിരിക്കാം, ലവ് ഫിക്ഷൻസ് ആവാം, സ്നേഹത്തെക്കുറിച്ചുള്ള നോവലുകളാവാം അല്ലേ, റൊമാൻറ്റിക് നോവൽസ് ആവാം. അപ്പോൾ അങ്ങനെയുള്ള റൊമാൻറ്റിക് നോവലുകൾ, റൊമാൻറ്റിക് കഥകൾ വായിച്ചിട്ടാവാം എന്തായത്, പ്രിപ്പയർഡ് മൈ മൈൻഡ് ടു ഫാൾ ഇൻ ലവ് വിത്ത് ഓൾ ആൻഡ് സൺട്രി. അങ്ങനെയുള്ള ഒരുപാട് നോവലുകൾ വായിച്ചതുകൊണ്ടാവാം കാണുന്ന എല്ലാ പെണ്ണിനോടും സ്നേഹം തോന്നാനും, അതായത് ഫാൾ ഇൻ ലവ് വിത്ത് ഓൾ ആൻഡ് സൺട്രി, എല്ലാ പെണ്ണിനോടും സ്നേഹം തോന്നാനും അവരെ സ്നേഹിക്കാനും ആഗ്രഹിച്ചത് മിക്കവാറും ഞാൻ വായിച്ച നോവലുകളുടെ ഒരു എഫക്റ്റ് ആയിരിക്കാമെന്ന് അദ്ദേഹം പറയാണ്. ഓൾ ആൻഡ് സൺട്രി എന്ന് പറഞ്ഞാൽ, സൺട്രി മീൻസ് എവ്രി വൺ, അങ്ങനെ ഇന്ന ആളൊന്നുമില്ല. ഏതൊരു പെണ്ണിനെ കണ്ടാലും അവളങ്ങ് സ്നേഹിച്ചാലേ എന്നുള്ളൊരു തോന്നൽ. ഒരു പെണ്ണിനെ കണ്ടാൽ എന്തൊരു ഭംഗിയായില്ല, എന്നപ്പോൾ ഇന്ന് പോയിട്ട് അവളെ സ്നേഹിച്ചാലേ. അപ്പോൾ ഇങ്ങനെ ഒരു തോന്നൽ, ആ ഒരു തോന്നൽ ഉണ്ടാവാനുള്ള കാരണം അദ്ദേഹം പറയുന്നത് മിക്കവാറും എൻ്റെ വായനയിലുണ്ടായിട്ടുള്ള ഒരു എഫക്റ്റ് ആയിരിക്കാം, എൻ്റെ വായനയിലൂടെ എനിക്ക് കിട്ടിയ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിരിക്കാം എന്ന് പറയാണ്. നമ്മൾ ചാണകം ചാരിയാൽ ചാണകം മണക്കും,
ചന്ദനം ചാരിയ ചന്ദനം മണക്കും എന്നൊക്കെ പറയാറില്ല. അതുപോലെ വായിക്കുന്ന പുസ്തകം അല്ലെങ്കിൽ കാണുന്ന സിനിമകൾ, കാണുന്ന അല്ലേ, നമ്മൾ ആ രൂപത്തിൽ നമ്മുടെ മൈൻഡ് പ്രിപ്പയർ ചെയ്യപ്പെടും അല്ലേ. ഇപ്പോൾ ഒരുപാട് ക്രൈം ത്രില്ലേഴ്സൊക്കെ കാണുമ്പം നമ്മളെ മനസ്സും അങ്ങനെ ഒരു രൂപത്തിലേക്ക് മാറും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അതിനൊരു എഫക്റ്റ് ഉണ്ടാവും, അത് എഫക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഞാൻ വായിച്ച നോവൽ കൊണ്ടായിരിക്കാം എൻ്റെ ഈ ഒരു അവസ്ഥക്ക് കാരണം. വേറെ ഒരു രസകരമായ കാര്യം വെച്ചാൽ ഓൾ വൺ സൈഡഡ് ഓഫ് കോഴ്സ്. ഈ സ്നേഹങ്ങളൊക്കെ, ഈ പ്രണയങ്ങളൊക്കെ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന ഈ പ്രണയങ്ങളൊക്കെ എല്ലാം വൺ സൈഡായിരുന്നു. ഓൾ വർ വൺ സൈഡഡ്. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും എല്ലാം വൺ സൈഡ് ആയിരുന്നു. ഒരു പ്രണയം പോലും ടു സൈഡ് ആയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് ഹി വാസ് സിംപ്ലി പാസിങ്, ഓർ ഇറ്റ് വാസ് ജസ്റ്റ് ഇൻഫാച്വേഷൻ. നമുക്ക് പറയാം ഇതിനെ ശരിക്കും സ്നേഹം എന്നല്ല വിളിക്കുക അല്ലേ. ഇതിനെ ശരിക്കും ലവ് എന്ന് വിളിക്കാൻ പറ്റില്ല. കാണുന്ന എല്ലാവരോടും തോന്നുന്നതിനെ നമുക്ക് സ്നേഹം എന്ന് വിളിക്കാൻ പറ്റുമോ? നമുക്കതിനെ ശരിക്കും പറയാൻ പറ്റുന്ന വേർഡ് എന്ന് പറയുന്നത് ഇൻഫാച്വേഷൻ ആണ്, ഭ്രമം എന്നൊക്കെയാണ്. ഒരു ഭ്രമം തോന്നുന്നൊക്കെ പറയും നമ്മൾ, ഇൻഫാച്വേഷൻ. അതിനെ ശരിക്കും സ്നേഹം എന്ന് വിളിക്കാൻ പറ്റില്ല. അതൊരു തൊലിപ്പുറത്തുള്ള കാര്യമാണ്, പെരിഫറലാണ്. ജസ്റ്റ് ഫോർ എ സെക്കൻഡ്സ്, അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ അവേഴ്സ്, ജസ്റ്റ് ഫോർ മന്ത്സ്, ജസ്റ്റ് ഫോർ ഇയേഴ്സ്. ഒന്നുകിൽ സെക്കൻഡുകൾ മാത്രം, അല്ലെങ്കിൽ മിനിറ്റുകൾ മാത്രം, അല്ലെങ്കിൽ അവേഴ്സ് മാത്രം, അല്ലെങ്കിൽ മന്ത്സ് മാത്രം, വീക്സ് മാത്രം, അല്ലെങ്കിൽ വർഷങ്ങൾ മാത്രം അവശേഷിക്കുന്ന, വർഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന, കാണുമ്പോൾ മാത്രം തോന്നുന്ന, അല്ലെങ്കിൽ ജസ്റ്റ് മനസ്സിൻ്റെ ഒരു മേലെ പാളിയിൽ മാത്രം കിടക്കുന്ന ഒരു സാധനം. അതിനെ നമുക്ക് ഭ്രമം അല്ലെങ്കിൽ ഇൻഫാച്വേഷൻ എന്ന് ശരിക്കും വിളിക്കാം. ബട്ട് ഹീ കോൾസ് ഇറ്റ് ആസ് എ ലവ്. പക്ഷേ ആർക്കെന്നാലാണ് അതിനെ സ്നേഹം തന്നെയാണ് വിളിക്കുന്നത്. ഇതൊന്നും ടു സൈഡ് ആയിരുന്നില്ല, എല്ലാം വൺ സൈഡ് ആയിരുന്നു. ഒരു ഭാഗത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തിരിച്ചിങ്ങോട്ട് സ്നേഹം കിട്ടിയിരുന്നില്ല. ആൻഡ് എനി ഗേൾ ഹു ലിഫ്റ്റഡ് ഹെർ ഐസ്. ഇനി കോമഡി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയാണ്, എനി ഗേൾ ഹു ലിഫ്റ്റഡ് ഹെർ ഐസ് ആൻഡ് സീം ടു നോട്ടീസ് മീ ബിക്കെയിം അറ്റ് വൺസ് മൈ സ്വീറ്റ് ഹാർട്ട് ടിൽ സമ്മൺ എൽസ് ടുക്ക് ഹെർ പ്ലേസ്. അത് ഏതൊരു പെണ്ണും, എനി ഗേൾ ഹു ലിഫ്റ്റഡ് ഹെർ ഐസ് ആൻഡ് സീം ടു നോട്ടീസ് മീ ബിക്കെയിം അറ്റ് വൺസ് മൈ സ്വീറ്റ് ഹാർട്ട്. ഏതൊരു പെണ്ണും, എന്നെ നോക്കി ഏതൊരു പെണ്ണും, എന്നെ ഏതെങ്കിലും പെണ്ണ് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം എനിക്ക് തോന്നുന്നത് അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ദാറ്റ് മൊമെൻറ്റ് ഷീ ബിക്കംസ് മൈ സ്വീറ്റ് ഹാർട്ട്. ആ നിമിഷം എന്താവും, അവൾ എൻ്റെ സ്വീറ്റ് ഹാർട്ട് ആവും. അതായത് എൻ്റെ പ്രിയതമയാകും അല്ലേ. സ്വീറ്റ് ഹാർട്ട്, എൻ്റെ കരളാവും എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ അല്ലേ. ഓ മൈ ലിവർ നമ്മൾ പറയുമോ? ഇല്ല അല്ലേ. നമ്മൾ പറയാം ഈ എൻ്റെ 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 കരളെ എന്ന് വിളിക്കാറില്ലേ നമ്മൾ പ്രിയതമേനെ. ഇപ്പം എൻ്റെ കരൾ, പക്ഷെ ഇംഗ്ലീഷ് അതിനെ ഓ മൈ ലിവർ എന്ന് വിളിക്കില്ല, ഓ മൈ ഹാർട്ട് എന്ന് വിളിക്കും. പക്ഷെ മലയാളത്തിൽ എൻ്റെ ഹൃദയമേ എന്ന് വിളിക്കില്ല, നമ്മൾ എൻ്റെ കരളെ എന്ന് വിളിക്കും. ആ ഒരു ഹാർട്ട്, ലിവർ, ആ ഒരു കാര്യം ഇംഗ്ലീഷും മലയാളം തമ്മിൽ വ്യത്യസ്തമായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. അതായത് ഒരു പെണ്ണ്, എ ഗേൾ ഹു ലിഫ്റ്റഡ് ഹെർ ഐസ്, ഒരു പെണ്ണ് എന്നെ മുഖത്തൊക്കെ നോക്കിയാൽ, അല്ലെങ്കിൽ കണ്ണൊന്ന് ഉയർത്തി എന്നെ നോക്കിയാൽ, സീം ടു നോട്ടീസ് മീ, എന്നെ നോക്കിയെന്ന് എനിക്ക് തോന്നിയാൽ, ബിക്കെയിം അറ്റ് വൺസ് മൈ സ്വീറ്റ് ഹാർട്ട്, ആ നിമിഷം അവൾ എൻ്റെ സ്വീറ്റ് ഹാർട്ട് ആവും. ടിൽ സമ്മൺ എൽസ് ടുക്ക് ഹെർ പ്ലേസ്. ഏത് വരെ? വേറൊരു പെണ്ണിനെ കാണുന്നത് വരെ. വേറെ പെണ്ണിനെ കണ്ടാൽ അപ്പം എന്ത് ചെയ്യും, ഈ പെണ്ണിനെ മറക്കും, ആ പെണ്ണിനെ നോക്കാൻ തുടങ്ങും. അത് ഇദ്ദേഹം വിചാരിക്കുന്നത്, ഏതൊരു പെണ്ണ് ഇദ്ദേഹത്തെ നോക്കി ചിരിച്ചാലോ അതെ നോക്കിയാലോ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്നാണ് വിചാരിക്കുന്നത്. ദസ് ഐ ഹാഡ് ബിക്കം ഡിവോട്ടഡ് ടു എ ഗേൾ ഇൻ എ ഗ്രീൻ സാരി. ഇനി അദ്ദേഹത്തിന് കുറേ പ്രണയ അനുഭവങ്ങൾ പറയാണ്. പ്രണയം എന്ന് പറഞ്ഞാൽ ഐ ടോൾഡ് യു ഓൾറെഡി ഇറ്റ് ഈസ് ഓൾ വൺ സൈഡഡ്. ഒരു ഭാഗത്തേക്ക് മാത്രം തോന്നിയ ഇഷ്ടം, ഇങ്ങോട്ടില്ല. ആൻഡ് ഇഷ്ടം എന്ന് പറയുന്നത് ഒരു ഭ്രമം എന്ന രൂപത്തിൽ, ഒരു ഇൻഫാച്വേഷൻ എന്ന രൂപത്തിൽ നമുക്ക് കാണാം. ദസ് ഐ ഹാഡ് ബിക്കം ഡിവോട്ടഡ് ടു എ ഗേൾ. ഡിവോട്ടഡ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ആരാധിക്കുക എന്നൊക്കെയാണ്. നമ്മൾ എന്താ നമ്മൾ അത്രക്ക് സ്നേഹിച്ച്, അല്ലെങ്കിൽ ഒരു പെണ്ണിനോട് അതിയായ ആഗ്രഹം തോന്നുക, ഡിവോട്ട് ചെയ്യുക, അവളെ ആരാധിക്കുക എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ അല്ലേ. ഒരു ഐ ഹാഡ് ബിക്കം ഡിവോട്ടഡ് ടു എ ഗേൾ. ഒരു പെണ്ണിനോട് ഭയങ്കര ഇഷ്ടം തോന്നി അദ്ദേഹത്തിന്. ഇൻ എ ഗ്രീൻ സാരി, ഒരു ഗ്രീൻ സാരിയിലെ പെണ്ണിനോട്. വിത്ത് എ പെയിൽ ഓവൽ ഫേസ്, ഒരു ലൈറ്റ് കളർ ആയിട്ടുള്ള ഒരു എഗ് ഷേപ്പ് ഫേസ്. ഓവൽ ഫേസ് ആണെങ്കിൽ എഗ്ഗിൻ്റെ ഷേപ്പിലുള്ള ഫേസിലുള്ള ഒരു പെയിൽ മീൻസ് ലൈറ്റ് കളർ ഉള്ള ഒരു പെണ്ണിനോട് അദ്ദേഹത്തിന് അതിയായ ഇഷ്ടം തോന്നി. പാസിംഗ് ഡൗൺ, എവിടുന്ന് കണ്ടതെന്ന് വെച്ചാൽ പാസിംഗ് ഡൗൺ അവർ സ്ട്രീറ്റ് വെൻ വി വർ ലിവിങ് ഇൻ ബോജാന ലൈൻസ്. അത് കണ്ടത് ഒരു ദിവസം അവൾ സ്ട്രീറ്റിലൂടെ, തെരുവിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത്, ബോജാന ലൈൻസ്, ഇദ്ദേഹം ബോജാന ലൈൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ താമസിക്കുന്ന സമയത്ത് അവിടെ തെരുവിലൂടെ നടക്കുന്നത് കണ്ട ഒരു പെണ്ണിനെ, ഒരു ഗ്രീൻ സാരി, പച്ച സാരിയെ കൊടുത്ത് അധികം കളർന്ന ഒരു ലൈറ്റ് കളറുള്ളൊരു പെണ്ണ്, ഒരു എഗ്ഗിൻ്റെ ഷേപ്പിലുള്ള ഫേസ് ഒക്കെ ആയിട്ടുള്ളൊരു പെണ്ണ്, അവളിങ്ങനെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് അവളോട് ഭയങ്കര ഇഷ്ടം തോന്നി. അതായത്
ഒരു പെണ്ണ് നടന്നു പോകുന്നത് കാണുമ്പോഴേക്ക് അദ്ദേഹം അവളെ അങ്ങ് ഡിവോട്ട് ചെയ്യാണ്, അവളെ അങ്ങ് സ്നേഹിച്ച് അവളെ ആരാധിക്കുന്ന രൂപത്തിലേക്ക് ആയി പോവാണ് എന്നൊക്കെ അദ്ദേഹം പറയാണ് കേട്ടോ. ഇതൊക്കെ ഒറിജിനലായിട്ട് അദ്ദേഹത്തിന് തോന്നുന്ന രൂപത്തിൽ അദ്ദേഹം പറയുന്നത്. ഒരു പെണ്ണ് നടന്നു പോകുന്ന കണ്ടിട്ടേ ഉള്ളൂ. പാസിംഗ് ഡൗൺ അവർ സ്ട്രീറ്റ് വെൻ വി വർ ലിവിങ് ഇൻ ബോജാന ലൈൻസ് ഷീ ലിവ്ഡ് ഇൻ ദ നെക്സ്റ്റ് സ്ട്രീറ്റ്. അവൾ താമസിക്കുന്നത് ശരിക്കും ഷീ ഈസ് പ്രോപ്പർലി നെക്സ്റ്റ് സ്ട്രീറ്റിൽ, അടുത്തൊരു തെരുവിലെ ഒരു അന്തേവാസിയാണ്, അടുത്ത തെരുവിൽ ജീവിക്കുന്ന ഒരു പെണ്ണാണ്. ദ സിസ്റ്റർ ഇൻ ലോ ഓഫ് എൻ എഞ്ചിനീയർ, ഷീ ഈസ് എ സിസ്റ്റർ ഇൻ ലോ ഓഫ് എൻ എഞ്ചിനീയർ. ആ പെണ്ണ് ഒരു എഞ്ചിനീയറിൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. സിസ്റ്റർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലേ? ആരാന്നറിയോ? ആരാണ് സിസ്റ്റർ ഇൻ ലോ? ഈ ഇൻ ലോ ചേർത്ത് നമ്മൾ എന്ത് പറയുമ്പോഴും നമുക്കത് മനസ്സിലാക്കാം, അത് ഒരു ലോയിലൂടെ ഉണ്ടായ ബന്ധമാണ്. ഇൻ ലോ, LAW എന്ന് പറഞ്ഞാൽ ലോ എന്നാണ്. ഒരു ലോ, നിയമത്തിലൂടെ ഉണ്ടായിട്ടുള്ള ബന്ധങ്ങളെ നമ്മളെപ്പോഴും ഇൻ ലോ ചേർത്ത് വിളിക്കും. നിയമത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധം എങ്ങനെയാണ് ബന്ധങ്ങൾ നിയമത്തിലൂടെ ഉണ്ടാകുന്നത്? ഈ ഉപ്പയും മകനും അച്ഛനും അമ്മയും സഹോദരനൊക്കെ നിയമത്തിലൂടെ ഉണ്ടാകുന്നതാണോ? അല്ല, അതൊക്കെ ബ്ലഡ് റിലേഷൻ ആണ് അല്ലേ. ഇനി അല്ലാതെ നമുക്ക് നിയമത്തിലൂടെ കുറേ ബന്ധങ്ങൾ ഉണ്ടാവും. നിയമത്തിലൂടെ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാരേജിലൂടെ, കല്യാണം എന്ന് പറയുന്നത് ഒരു ലോ ആണല്ലോ. ഒരു മാരേജ് എന്ന് പറയുന്ന ഒരു നിയമത്തിലൂടെ, അതിൻ്റെ ഒരു ബോണ്ടിലൂടെ നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ പലപ്പോഴും ഇൻ ലോ ചേർത്ത് വിളിക്കും. ഇപ്പം ഒരു കല്യാണം കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് ഭർത്താവിനെ നമ്മൾ ഹസ്ബൻഡ് തന്നെ വിളിക്കുന്നു. ഭർത്താവിൻ്റെ ഒരുപാട് കുടുംബക്കാരെ കിട്ടും അല്ലേ. ഇപ്പോൾ ഭർത്താവിൻ്റെ അച്ഛൻ, അപ്പോൾ നമ്മൾ എന്ത് വിളിക്കും? അതിനെ വേണമെങ്കിൽ ഫാദർ തന്നെ വിളിക്കാം. നമ്മൾ എന്ത് കൂട്ട് വിളിക്കും? ഫാദർ ഇൻ ലോ. നിയമത്തിലൂടെ കിട്ടിയ അല്ലെങ്കിൽ ഫാദർ ഇൻ ലോ. പിന്നെ ആ പെണ്ണിന് ഭർത്താവിൻ്റെ അമ്മയെ കിട്ടൂലേ, അപ്പം ഭർത്താവിൻ്റെ അമ്മയെ നമ്മൾ എന്ത് വിളിക്കും? മദർ ഇൻ ലോ എന്ന് വിളിക്കും. ഇനി ആ ഭർത്താവിൻ്റെ സഹോദരൻ ഉണ്ടാവില്ലേ, അപ്പോൾ നമ്മൾ എന്ത് വിളിക്കും? ബ്രദർ ഇൻ ലോ എന്ന് വിളിക്കും. ഇനി ആ ഭർത്താവിൻ്റെ സിസ്റ്റർ ഉണ്ടാവും, അപ്പോൾ നമ്മൾ എന്ത് വിളിക്കും? സിസ്റ്റർ ഇൻ ലോ എന്ന് വിളിക്കും. അതേപോലെ തന്നെ തിരിച്ചിങ്ങോട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരാണ് കല്യാണം കഴിക്കുമ്പോൾ പെണ്ണിൻ്റെ അച്ഛനെ കിട്ടും, പെണ്ണിൻ്റെ അമ്മയെ കിട്ടും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ എന്നൊക്കെയായി നമ്മൾ വിളിക്കുന്നു. ആ ഒരു ഇൻ ലോ എന്ന് പറയുന്ന ഉപയോഗം അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ മനസ്സിലാക്കി വെക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു പെണ്ണ്, ഈ അടുത്ത സ്ട്രീറ്റിൽ താമസിക്കുന്ന ഒരു പെണ്ണ് ഇവിടെ ഈ സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്ന കണ്ടപ്പം വളരെ ഇഷ്ടം തോന്നി. ആ പെണ്ണ് ഷീ ഈസ് എ സിസ്റ്റർ ഇൻ ലോ ഓഫ് എൻ എഞ്ചിനീയർ. അവൾ ഒരു എഞ്ചിനീയറിൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. അത് അങ്ങനെ പറഞ്ഞാൽ എഞ്ചിനീയറിൻ്റെ ഭാര്യയുടെ എന്താവാം? സഹോദരിയാവാം അല്ലേ. സിസ്റ്റർ ഇൻ ലോ, എഞ്ചിനീയറിൻ്റെ ഭാര്യയുടെ സഹോദരിയാവാം. And I would have missed anything in the day rather than miss a glimpse of her. അപ്പോൾ അദ്ദേഹം പറയാണ്, ആ കാലഘട്ടത്തിൽ, ആ സമയങ്ങളിൽ എന്തും ഞാൻ മിസ് ചെയ്യായിരുന്നു. എനിക്ക് എന്ത് മിസ് ചെയ്തതിനും കുഴപ്പമില്ല, പക്ഷെ അവളെ കാണുന്ന ഒരു അവസരം ഞാൻ മിസ് ചെയ്യാറില്ലായിരുന്നു. പറഞ്ഞാൽ എപ്പോഴും അവളെ കാണാൻ വേണ്ടി ഒരവസരമെങ്കിലും അദ്ദേഹം ഉണ്ടാക്കുമായിരുന്നു. സോ ഇൻ ദ ഡേ റാദർ ദാൻ മിസ് എ ഗ്ലിംസ് ഓഫ് ഹർ. അവളെ ഒരു കാഴ്ച, ഒരു നോട്ടം. ഗ്ലിംസ് എന്ന് പറഞ്ഞാൽ ഒരു നോട്ടമാണ്, ഒരു കാഴ്ച. ആ ഒരു നോട്ടം അദ്ദേഹം ഒരിക്കലും മിസ് ചെയ്യാറില്ലായിരുന്നു. ഐ വുഡ് ഹാവ് മിസ്ഡ് എനിത്തിങ് ഇൻ ദ ഡേ റാദർ ദാൻ മിസ് എ ഗ്ലിംസ് ഓഫ് ഹർ. ഞാൻ അന്ന് എന്തും വേണമെങ്കിൽ ത്യജിക്കുമായിരുന്നു, എന്ത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അവളെ ഒരു നോട്ടം കിട്ടിയില്ലെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അവളെ ഒന്ന് നോക്കുക, എല്ലാ ദിവസവും അവളെ കാണുന്ന ദിവസങ്ങളിലൊക്കെ അവളെ ഒന്ന് നോക്കുക എന്ന് പറയുന്നത് ഒരിക്കൽ പോലും മിസ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു, എന്നും അത് ചെയ്യുമായിരുന്നു എന്ന് അദ്ദേഹം പറയാണ്. സംടൈംസ് ഐ ഫോളോഡ് ഹെർ ക്വയറ്റ്ലി. ചില സമയങ്ങളിൽ അവൾ അറിയാതെ ഹി ഫോളോഡ് ഹെർ ക്വയറ്റ്ലി, വളരെ സൈലൻ്റായിട്ട് അദ്ദേഹം അവളെ പുറകെ നടക്കും. ലൈക്ക് എ സ്ലേവ്, ഒരു സ്ലേവിനെ പോലെ, ഒരു അടിമയെ പോലെ. സ്ലേവ് എന്ന് പറഞ്ഞാൽ അടിമയാണ്. ഒരു അടിമയെ പോലെ, ഒരു സ്ലേവിനെ പോലെ അദ്ദേഹം അവൾ അറിയാതെ അവൾ നടക്കുന്ന വഴിയിൽ അവളെ പുറകെ ഇങ്ങനെ നടക്കും. അൻറ്റിൽ ഷീ റീച്ച്ഡ് ഹെർ ഗേറ്റ് ആൻഡ് ഡിസപ്പിയർ ഇൻ ടു ഹെർ ഹൗസ്. ഏതുവരെ? അൻറ്റിൽ എന്ന് പറഞ്ഞാൽ ഏതുവരെ, അതുവരെ. ഏതുവരെയാണ്? അൻറ്റിൽ ഷീ റീച്ച്ഡ് ഹെർ ഗേറ്റ്, അവളുടെ വീട്ടിൻ്റെ ഗേറ്റ് എത്തി. ആൻഡ് ഡിസപ്പിയർഡ് ഇൻ ടു ഹെർ ഹൗസ്, അവളുടെ വീട്ടിലേക്ക് അപ്രത്യക്ഷമാവുന്നവരെ. ഡിസപ്പിയർ എന്ന് പറഞ്ഞാൽ അവളുടെ വീട്ടിലേക്ക് അവൾ അപ്രത്യക്ഷമാവുന്നത് വരെ അവൾ അറിയാതെ പുറകെ നടക്കുമായിരുന്നു. വിത്തൗട്ട് ബെസ്റ്റോയിങ് എ സിംഗിൾ ഗ്ലാൻസ് ഇൻ മൈ ഡയറക്ഷൻ. അതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ വിത്തൗട്ട് ബെസ്റ്റോയിങ്, ബെസ്റ്റോ എന്ന് പറഞ്ഞാൽ ശരിക്കും നൽകുക, ഗിവ് എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. വിത്തൗട്ട് ബെസ്റ്റോയിങ് എ സിംഗിൾ ഗ്ലാൻസ് ഇൻ മൈ ഡയറക്ഷൻ. ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ നോട്ടം, ഗ്ലിംസ് തന്നെയാണ് ഗ്ലാൻസ്. അത് ഇൻ മൈ ഡയറക്ഷൻ, എൻ്റെ ഭാഗത്തേക്ക് ഒരു നോട്ടം പോലും കിട്ടിയിരുന്നില്ല. ഇത് എല്ലാ ദിവസവും ഇവളറിയാതെ ഇവളെ പുറകെ നടന്ന് ഇവളെ വീട് വരെ ആനയിച്ച് അല്ലേ, അടിമയെ പോലെ പോയി ഇവളെ വീട്ടിലേക്ക് അപ്രത്യക്ഷമാവും, തിരിച്ചു പോരും.
പക്ഷെ ഒരിക്കൽ പോലും ഇവൾ എന്ത് ചെയ്തിട്ടില്ല, ഇവനെ കണ്ടിട്ടില്ല, ഇവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പോലുമില്ല. നെവർ ഷീ ഹാഡ് ലുക്ക്ഡ് അറ്റ് ഹിം ഓർ ഈവൻ സ്മൈൽഡ് അറ്റ് ഹിം. ഒരിക്കൽ പോലും അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കിയിട്ടില്ല. I longed for some engineering business that might warrant a visit to her brother-in-law and then gradual development of an acquaintance. ഇപ്പോൾ അദ്ദേഹം പറയാണ്, ഐ ലോങ്ഡ് ഫോർ സം എഞ്ചിനീയറിംഗ് ബിസിനസ്. അദ്ദേഹം അദ്ദേഹം ആഗ്രഹിക്കാറുണ്ടായിരുന്നു പറയാണ്. ലോങ്ഡ് ഫോർ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക. അദ്ദേഹം പറയാണ് അദ്ദേഹം ആഗ്രഹിക്കാറുണ്ടായിരുന്നു. ആർക്കെന്നാരൻ പറയാണ്, ഐ ലോങ്ഡ് ഫോർ സം എഞ്ചിനീയറിംഗ് ബിസിനസ്. ചില എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെ എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ബിസിനസ്, എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ഇടപാട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. എന്തിനാണത്? ദാറ്റ് മൈറ്റ് വാറന്റ് എ വിസിറ്റ് ടു ഹെർ ബ്രദർ ഇൻ ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, എനിക്ക് ആ കാരണം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, ആ എഞ്ചിനീയർ ഇവളുടെ ബ്രദർ ഇൻ ലോ ആയിട്ടുള്ള എഞ്ചിനീയറെ ഒന്ന് വിസിറ്റ് ചെയ്യാമായിരുന്നു, കാണാമായിരുന്നു. എന്നിട്ട് അങ്ങനെ കണ്ട് ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ് ഓഫ് എൻ അക്വൈൻറ്റൻസ് എന്ന് പറഞ്ഞാൽ പരിചയം. അങ്ങനെ ആ ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ എന്തെങ്കിലും ഒരു ഇടപാടുമായിട്ട് പോയിട്ട് ആ എഞ്ചിനീയറെ കണ്ട് സംസാരിച്ച് അദ്ദേഹത്തിനെ പരിചയപ്പെട്ട് അങ്ങനെ അദ്ദേഹവുമായിട്ട് നല്ല പരിചയം ഉണ്ടാക്കി ഒരു ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ് ഓഫ് അക്വൈൻറ്റൻസ്, നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ, ആ ഒരു ബ്രദർ ഇൻ ലോ ആയിട്ട് നല്ല ബന്ധം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ദ റിലേഷൻഷിപ്പ് മെച്യൂറിങ്, അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല മെച്യൂർ ചെയ്ത് നല്ല സ്ട്രോങ് ആയി, നല്ല ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പായി, അണ്ടിൽ ഐ കുഡ് ഫ്രീലി പ്രപ്പോസ് ഹെർ. അങ്ങനെ അവളെ അവസാനം പ്രപ്പോസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. ഈ എഞ്ചിനീയർ ബ്രദർ ഇൻ ലോ എഞ്ചിനീയറാണ്. അപ്പോൾ എഞ്ചിനീയറിനെ കാണണമെങ്കിൽ എഞ്ചിനീയറായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇടപാട് ഉണ്ടാവണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു ഇടപാട് കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ബിസിനസ് കിട്ടിയിരുന്നെങ്കിൽ എഞ്ചിനീയറെ പോയി കണ്ട് സംസാരിച്ച് അദ്ദേഹമായി പരിചയപ്പെട്ട് അദ്ദേഹമായിട്ട് പരിചയം, നല്ല ബന്ധം സ്ഥാപിച്ച്, നല്ല അദ്ദേഹത്തിന് മുന്നിൽ നല്ല ആളായി അഭിനയിച്ചുകൊണ്ട് നല്ല ബന്ധം സ്ഥാപിച്ച് നല്ല ഡീപ്പ് റിലേഷനായി അങ്ങനെ അവളെ പോയി പ്രപ്പോസ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആർ.കെ. നാരായൺ ആഗ്രഹിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ സ്ട്രീറ്റിൽ കാണുന്നൊരു പെണ്ണാണ്. അവൾ ഒരിക്കൽ പോലും ഇദ്ദേഹത്തെ നോക്കിയിട്ട് പോലുമില്ല, കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എന്ന് ഓർക്കണം. ഐ ലോസ് സൈറ്റ് ഓഫ് ദിസ് ഗേൾ സഡൻലി. പിന്നെ പെട്ടെന്നൊരു ദിവസം ഹി സ്റ്റോപ്ഡ് സീയിങ് ഹെർ. അവളെ പിന്നെ കാണുന്നില്ല. ഐ ലോസ് സൈറ്റ് ഓഫ് ദിസ് ഗേൾ സഡൻലി. ഒരു ദിവസം പെട്ടെന്ന് അവളെ പിന്നെ കാണാനില്ല, പിന്നെ അവളെ കണ്ടിട്ടുമില്ല. ബട്ട് ഫൗണ്ട് അനദർ. പക്ഷെ ആ സമയം തന്നെ എന്ത്, ഇദ്ദേഹം വേറൊരു പെണ്ണിനെ കണ്ടു. ബട്ട് ഫൗണ്ട് അനദർ എ ലിറ്റിൽ ഫാർദർ ഓഫ്. കുറച്ച് ദൂരെയായിരുന്നു. എ ലിറ്റിൽ ഫാർദർ ഓഫ്, സ്റ്റാൻഡിങ് ഓൺ ദ ടെറസ് ഓഫ് ഹെർ ഹോം ഡൈയിങ് ഹെർ ഹെയർ. അവളുടെ വീടിൻ്റെ ടെറസിൽ നിന്നുകൊണ്ട് അവളുടെ മുടി ഉണക്കായിരുന്നു. ഡൈയിങ് ഹെർ ഹെയർ. അങ്ങനെയുള്ളൊരു പെണ്ണിനെയാണ് ആർ.കെ. നാരായൺ അടുത്തായിട്ട് കാണുന്നത്. ഐ നോട്ടീസ്ഡ് ഹെർ. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, വീടിൻ്റെ ടെറസിൽ ഇതിൻ്റെ മുടി ഉണക്കണ്ട, ഇങ്ങനെ ആർ.കെ. നാരായൺമാർ നോക്കുന്നുണ്ടാവും അല്ലേ. ഐ നോട്ടീസ്ഡ് ഹെർ അറ്റ് ഫസ്റ്റ് ഓൺ മൈ വേ ടു ദ കോളേജ്. അപ്പോൾ പറയാണ്, ഐ നോട്ടീസ്ഡ് ഹെർ അറ്റ് ഫസ്റ്റ് ഓൺ മൈ വേ ടു ദ കോളേജ്. അപ്പം പണ്ട് ഞാൻ കോളേജിൽ പോകുന്ന കാലത്താണ് അവളെ ആദ്യമായിട്ട് കാണുന്നത്. ആൻഡ് ദെൻ ലുക്ക്ഡ് ഫോർ ഹെർ കോൺസ്റ്റൻ്റ്ലി ടു ആൻഡ് ഫ്രം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ ഈ പെണ്ണിനെ ഇങ്ങനെ നോക്കാറുണ്ടായിരുന്നു. ഷുവർ ഇനഫ് ഷീ വുഡ് ബി ദർ എ സ്ക്വാറ്റ് ലംബി ഗേൾ. അവളൊരു സ്ക്വാറ്റ് ലംബി ഗേൾ ആണ്. ഷോർട്ട് ആൻഡ് ഫാറ്റ്. സ്ക്വാറ്റ് ലംബി ഗേൾ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻഡ് ഫാറ്റ്, ഹൈറ്റ് കുറഞ്ഞിട്ട് തടിച്ചിട്ടുള്ളൊരു പെണ്ണായിരുന്നു. ബട്ട് ഐ ലവ്ഡ് ഹെർ നൺ ദ ലെസ്. എന്തായാലും കുഴപ്പമില്ല, ഐ ലവ്ഡ് ഹെർ നൺ ദ ലെസ്. നൺ ദ ലെസ് എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും, അങ്ങനെയൊക്കെ ആയിരുന്നാലും, ഈവൻ ദോ, നെവേർത്ത് ലെസ് എന്നൊക്കെ പറയും. നൺ ദ ലെസ്, എന്നിരുന്നാലും, തടിച്ച് നീളം കുറഞ്ഞിട്ടൊക്കെ ആയിരുന്നാലും അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ കോളേജിൽ പോകുമ്പം ആണ് അവൾ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ അവളെ ഈ ഒരു ടെറസിൽ മുടി ഉണക്കിക്കൊണ്ടിരിക്കുമ്പം കാണുന്നു. പിന്നെ അവളെ എപ്പോഴും ഇങ്ങനെ തുറച്ച് നോക്കാറുണ്ടായിരുന്നു ഇദ്ദേഹം. ഷോർട്ട് ആൻഡ് ഫാറ്റാണ്, എന്നാലും അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആർ.കെ. നാരായണന്. ഐ തിങ്ക് ഷീ വാസ് എ ഫ്ലേർട്ട് ഇൻ ഹെർ ഓൺ വേ, ogling at every passer-by, not necessarily only me. I lost interest in her soon and bestowed it on another girl going to Maharani's college, who used to give me a smile and pass on. പക്ഷെ ആ ഒരു സ്നേഹം അധികം നീണ്ടു നിന്നില്ല കേട്ടോ. ഈ സ്നേഹം പെട്ടെന്ന് അവസാനിച്ചു പോയി. കാരണം എന്താ വെച്ചാൽ അവൾ തടി കൊണ്ടോ അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞുകൊണ്ടൊന്നല്ല അവസാനിക്കാൻ കാരണം, ഐ തിങ്ക് ഷീ വാസ് എ ഫ്ലേർട്ട്. അവളൊരു ഫ്ലേർട്ട് ആണെന്ന് അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. ഫ്ലേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ പഞ്ചാര അടിക്കുക എന്നൊക്കെ പറയാം. ഈ അമിതമായിട്ട് വെറുതെ കയറി ഇങ്ങനെ ആണ് പെണ്ണിനോടോ അല്ലെ പെണ്ണാണിനോടോ വെറുതെ ഇങ്ങനെ വളരെ സംസാരിച്ചുകൊണ്ടിരിക്കില്ലേ. അപ്പോൾ നമ്മൾ പറയില്ല ഓളൊരു പഞ്ചാര എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഓനൊരു പഞ്ചാര എന്ന് പറയും അല്ലേ. അപ്പം അങ്ങനെ
അങ്ങനെയുള്ള സംസാരം. അപ്പോൾ അത് ശരിക്ക് റിയലായിട്ടുള്ളൊരു സ്നേഹം കൊണ്ട് സംസാരിക്കുന്നതല്ല, ഒരു ചുമ്മാ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഹീ ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഷി വാസ് എ ഫ്ലേർട്ട് ഇൻ ഹെർ ഓൺ വേ, ഓഗ്ലിങ് അറ്റ് എവറി പാസർ ബൈ. ഓഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ തുറിച്ച് നോക്കലൊക്കെയാണ്. എല്ലാ പാസർ ബൈ, അടുത്തൂടെ പോകുന്ന എല്ലാവരും എന്ത് ചെയ്യും, അവളിങ്ങനെ നോക്കും. അടുത്തൂടെ പോകുന്ന എല്ലാവരും അവളിങ്ങനെ നോക്കിയിട്ട് എല്ലാവരോടും അവൾ ഫ്ലേർട്ട് ചെയ്യും. എല്ലാവരോടും അവൾ ഭയങ്കരമായിട്ട് സംസാരിക്കും, അവനോട് മാത്രമല്ല. I think she was a flirt in her own way, ogling at every passerby, not necessarily only me. അപ്പം എന്നെ മാത്രമല്ല നോക്കുന്നത്, എല്ലാവരെയും നോക്കും, എല്ലാവരത്തും ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കും. ഐ ലോസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ ഹെർ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ആർക്കെന്നാരാണ് said that he lost interest in her soon and bestowed it on another girl. അങ്ങനെ അവളുടെ മേലെ ഇൻട്രസ്റ്റ് പോയി, ആ ഇൻട്രസ്റ്റ് വേറൊരു പെണ്ണിൻ്റെ മേലേക്ക് പോയി, അടുത്തൊരു പെണ്ണിനെ കാണുന്നു, അവളെ ഇഷ്ടപ്പെടുന്നു. bestowed it on another girl, അത് ആ ഒരു സ്നേഹം മറ്റൊരു പെണ്ണിന് കൊടുക്കുകയാണ്. bestowed it on another girl, ആ ഒരു ഇൻട്രസ്റ്റ്, ആ ഒരു താല്പര്യം, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അദ്ദേഹം വേറൊരു പെണ്ണിന് കൊടുക്കുകയാണ്. ആ പെണ്ണ് എവിടുന്നാണ് കണ്ടത്? another girl going to മഹാറാണീസ് കോളേജ്, മഹാറാണി കോളേജിലേക്ക് പോകുന്ന ഒരു പെണ്ണ്. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്ന പെണ്ണ് അല്ലേ, എത്ര പെണ്ണിനെ കണ്ടു എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കാം അല്ലേ. അപ്പോൾ ഈ ലോവൽ ഫേസ് ഉള്ളൊരു പെണ്ണിനെ കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു ടെറസിൽ മുടി ഉണക്കിക്കൊണ്ടിരിക്കുന്ന പെണ്ണിനെ കാണുന്നുണ്ട്. അത് എഞ്ചിനീയറിൻ്റെ എഞ്ചിനീയർ ബ്രദറിലോ ആയിട്ടുള്ള എഞ്ചിനീയറിൻ്റെ സിസ്റ്ററിലോ എന്നെ കാണുന്നു. പിന്നെ ഈ ഒരു ടെറസിൽ മുടി ഉണക്കിക്കൊണ്ടിരിക്കുന്ന പെണ്ണ് കാണുന്നു. അവൾ ഒരു ഫ്ലർട്ടാണെന്ന് മനസ്സിലാവുന്നു, അത് വേണ്ടാന്ന് വെക്കുന്നു. പിന്നെ അതിനുശേഷം ഈ ഒരു മഹാറാണി കോളേജ് പഠിക്കുന്ന ഒരു പെണ്ണിനെ കാണുന്നു. ഹൂ യൂസ് ടു ഗിവ് മീ എ സ്മൈൽ ആൻഡ് പാസ് ഓൺ. അവളെ സ്നേഹിക്കാൻ കാരണം എന്താ വെച്ചാൽ വെനെവർ ഷീ പാസ് ഓൺ ഷീ ഗിവ് ഹിം എ സ്മൈൽ. അതായത് അവൾ ഇവനെ കാണുമ്പോഴൊക്കെ ഒന്ന് ഇവൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുമായിരുന്നു. ആ ഒരു പുഞ്ചിരി, ആ ഒരു സ്മൈല് അവൾക്ക് അവനെ ഇഷ്ടമാണെന്നുള്ളത് അവന് തോന്നാണ്, ആർക്കെന്നാരാണ് തോന്നാണ്. അതായത് ആ ഒരു സ്നേഹം, ആ ഒരു പുഞ്ചിരി കിട്ടുമ്പോൾ എന്നെ ഇഷ്ടമായതുകൊണ്ടായിരിക്കാം ഈ പുഞ്ചിരി തരുന്നതെന്ന് ആർക്കെന്നാരായണന് തോന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ അടുത്ത ആ ഒരു മഹാറാണി കോളേജിൽ പഠിക്കുന്ന ഒരു പെണ്ണിനെ ആർക്കെന്നാരായണൻ കയറി സ്നേഹിക്കുന്നു. ഓക്കെ, ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, ഇറ്റ്സ് ക്വൈറ്റ് ഇൻഫാച്വേഷൻ, ഒരു ഭ്രമം മാത്രമായിരുന്നു അത്. ഒരു പെണ്ണിനെ അല്ലെങ്കിൽ അടുത്ത പെണ്ണിനെ കാണുമ്പം അങ്ങോട്ടേക്ക് മാറുന്ന ഒരു സ്നേഹം. അപ്പോൾ നമ്മളിവിടെ തൽക്കാലം ഇവിടെ നിർത്താണ്. ബാക്കി നമുക്ക് അടുത്ത ദിവസം തീർക്കാം എന്ന് വിചാരിക്കുന്നു. ആ ഒരു റൈറ്ററെ കുറിച്ചും ഈ വർക്കിൻ്റെ ജനറൽ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.